നിങ്ങൾ അമിതമായി സന്തോഷത്തിലായിരിക്കുന്ന സമയത്ത് വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. ആർക്കും. നിങ്ങൾ അമിതമായി പ്രകോപിതമായിരിക്കുന്ന സമയത്ത് നിർണയങ്ങൾ എടുക്കാതിരിക്കുക. അമിതമായി സന്തോഷത്തിലായിരിക്കുമ്പോൾ ആർക്കും വാഗ്ദാനം കൊടുക്കാതിരിക്കുക. അമിതമായി പ്രകോപിതമായിരിക്കുന്ന സമയത്ത് നിർണയങ്ങൾ എടുക്കാതിരിക്കുക. വേറൊരു കാര്യം കൂടെ ഉണ്ട്. അമിതമായിട്ട് സന്തോഷിക്കുന്ന സമയത്ത് ജീവിതം സങ്കടവും നിറഞ്ഞതാണ് എന്നുള്ള സത്യത്തെ മറന്നിട്ട് സന്തോഷിക്കാൻ പോകാതിരിക്കുക. അതാണ് മതി മറന്ന് സന്തോഷിക്കാതിരിക്കുക എന്നാണ് അതിനെ പറയുക. എന്താ മതി എന്ന് പറഞ്ഞ അർത്ഥം? മതി എന്നാൽ ബുദ്ധി എന്നാണ് അർത്ഥം. ബുദ്ധിയുടെ പര്യായമാണ്. മതിമറന്ന് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത രീതിയിൽ സന്തോഷിക്കുക എന്നുള്ളത്. എന്താണ് സന്തോഷിക്കുമ്പോഴും നമുക്ക് ബോധമുണ്ടായിരിക്കേണ്ടത്? എപ്പോഴും ഈ നിമിഷം കടന്നു പോകുമെന്ന് ചിന്തിച്ചാൽ മതി. ഒരുപാട് സന്തോഷിക്കുമ്പോഴും നല്ല ബോധം വേണം, ഈ നിമിഷം കടന്നു പോകും, ഈ സന്തോഷത്തിൻ്റെ മൊമെൻ്റ് ഇല്ലാതെയാവും. നല്ലപോലെ സങ്കടപ്പെടുമ്പോഴും ഈ നിമിഷം കടന്നു പോകും, ഇതും പോകും. ഇതെപ്പോഴും കൊണ്ട് നടക്കുക ഈ ഒരു ബോധം. സന്തോഷവും സങ്കടവും രാവും പകലും പോലെ ജീവിതത്തിൽ മാറി മാറി വരുന്ന രംഗങ്ങളാണ്. ഇതിൽ സന്തോഷത്തിൻ്റെ മൊമെൻറ്റുകളിൽ ഇനി അങ്ങോട്ട് ജീവിതം സന്തോഷം മാത്രമാണെന്ന് തെറ്റിദ്ധാരണ വളർത്തിയ മനുഷ്യർക്ക് ഒരു നീണ്ടുനിന്ന സന്തോഷ കാലഘട്ടത്തിന് ശേഷം വരുന്നൊരു ദുഃഖ കാലഘട്ടം ഉണ്ടല്ലോ, അതിനെ സഹിക്കാൻ പറ്റില്ല. ഒരു ഗുരുനാഥനോട് ഒരിക്കലും ഒരാൾ എന്താണ് നരകം എന്ന് ചോദിച്ചു. പുള്ളി ഒരു മനോഹരമായ കഥയാണ് പറഞ്ഞു തന്നത്. കഥ എന്താണെന്നറിയോ? ഒരു പാടവരമ്പത്ത്, ഒരു പാടത്തിൻ്റെ വലിയൊരു പാടശേഖരത്തിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഓലമേഞ്ഞ കൂരയിൽ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. ഒരു പാവം കർഷകൻ. ഈ കർഷകൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓലക്കൂരയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് ഒരു സംഘം ചെറുപ്പക്കാർക്ക് തോന്നി, ഇയാൾക്ക് നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ വ്യക്തിയെ പോയി പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വരുമോ, ഞങ്ങൾ നിങ്ങളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ സകല സൗകര്യങ്ങളോടുകൂടെ ജീവിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നു, കുറച്ചു കാലം ഒരു എക്സ്പീരിയൻസിന് വേണ്ടി. അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നുമില്ല ഇവിടെ നിന്ന്. അപ്പോൾ അദ്ദേഹത്തിനെ പറഞ്ഞു കൊതിപ്പിച്ചപ്പോൾ അദ്ദേഹം ശരി ഞാൻ വരാമെന്നായി. അങ്ങനെ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി ഒരു 5 സ്റ്റാർ ഹോട്ടലിനകത്ത് ഒരു റൂമൊക്കെ എടുത്ത് 2-3 മാസത്തേക്ക് ഒരു റൂമൊക്കെ ബുക്ക് ചെയ്തു. AC റൂം, സിറ്റിംഗ് റൂമുകൾ, TV കാണാനുള്ള ഹാളുകൾ, എല്ലാ സംവിധാനങ്ങളും, എല്ലായിടത്തും AC. അദ്ദേഹത്തിന് ഒന്ന് അങ്ങോട്ടോ പോകണമെന്നുണ്ടെങ്കിൽ AC കാറുകൾ വരും. അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ സംവിധാനങ്ങൾ, വൈഫൈ സംവിധാനങ്ങൾ, നെറ്റ്ഫ്ലിക്സ്, സകല സൗകര്യങ്ങളും അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. സുഖലോലുപമായ ഭക്ഷണ സംവിധാനങ്ങളെല്ലാം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 3-4 മാസത്തെ ജീവിതം കഴിഞ്ഞ് അപ്പോൾ ഈ ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് തരാൻ ഉദ്ദേശിച്ച ഫണ്ടൊക്കെ തീർന്നു, അപ്പോൾ നമ്മൾക്ക് തിരിച്ച് പോകേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ ആ 5 സ്റ്റാർ ഹോട്ടലിൽ അവിടുന്ന് ക്വിറ്റ് ചെയ്തിട്ട് തിരിച്ച് അദ്ദേഹത്തെ ആ കൂരയിൽ കൊണ്ടുചെന്ന് ആക്കുകയാണ്. അന്ന് രാത്രി അദ്ദേഹം അവിടെ കിടന്നുറങ്ങാൻ എടുക്കുന്ന ബുദ്ധിമുട്ട്, അന്ന് വീണ്ടും അദ്ദേഹം ആ ഒരു ഓലപ്പരയിലേക്ക് സെറ്റാവാൻ എടുക്കുന്ന ബുദ്ധിമുട്ട്, ഇതിൻ്റെ പേരാണ് നരകം. നരകം അദ്ദേഹത്തിന് അത് സ്വർഗമായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ അവിടെ പോവുമായിരുന്നു. അതേ സ്വർഗം നരകമായി മാറി. എന്താ സംഭവിച്ചത്? അദ്ദേഹം ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ഹാപ്പിനെസ്സിൻ്റെ ലൈഫിലേക്ക് അദ്ദേഹം കുറച്ചു കാലം ഒന്ന് മാറി ജീവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് തിരിച്ചങ്ങോട്ട് പോകേണ്ട ഒരവസ്ഥ വരുമെന്നുള്ളത് മറന്നുപോയി. ഇത് സ്ഥിരമാണെന്ന് വിചാരിച്ചു കളഞ്ഞു അദ്ദേഹം. അങ്ങനെ അതിൽ നിന്ന് തിരിച്ച് പഴയതിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും അവിടെ ജീവിച്ചിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ തിരിച്ചു വന്നിട്ട് വീണ്ടും ജീവിക്കുമ്പോൾ അത് കുഴപ്പമാവുന്നുണ്ട്. നരക അനുഭവമാണ്. അദ്ദേഹത്തിന് നല്ല ബോധം ഉണ്ടെങ്കിലോ, ദിവസങ്ങൾ എണ്ണുന്നുണ്ടായിരുന്നെങ്കിലോ 3 മാസം കഴിഞ്ഞാൽ തിരിച്ച് കൂരയിലേക്ക് പോകണം, ഇനി 2.5 മാസം കഴിഞ്ഞാൽ പോകണം, ഇനി 2 മാസമേ ഉള്ളൂ, ഇനി ഒരാഴ്ചയുള്ളൂ എനിക്ക് പോകണം, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാണെങ്കിൽ അദ്ദേഹത്തിന് പ്രശ്നം വരില്ലായിരുന്നു. ഒരു ബോധം ഉണ്ടെങ്കിൽ മതി മറന്ന് സന്തോഷിച്ചു പുള്ളി. അതുകൊണ്ടാണ് അത് നരകയാതനയായി മാറിയത്. അപ്പോൾ സന്തോഷം അമിതമായി അനുഭവിക്കുന്ന സമയങ്ങളിൽ ജീവിതം ദുഃഖവും കൂടെ ഉള്ളതാണ് എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ പഠിക്കുക. അതിനെ മറന്നു പോകാതിരിക്കുക. അതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട. ദുഃഖങ്ങളെ മറന്നു പോകാതിരിക്കുക. ജീവിതം രണ്ടും നിറഞ്ഞതാണെന്നുള്ളത്. ദുഃഖം നിറയുന്ന സന്ദർഭങ്ങളിൽ സന്തോഷത്തിൻ്റെ കാലവും കഴിഞ്ഞിട്ടില്ല, അതും ഇനി തിരിച്ചു വരും. ഒന്നും പെർമനൻ്റ് അല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു വേർഡാണത്. നത്തിങ് ഈസ് പെർമനൻറ്റ്.
ജീവിതത്തിൽ എന്ത് സൗഭാഗ്യങ്ങൾ വന്നെന്ന് പറയുമ്പോഴും ഞാൻ അപ്പോഴും ചിന്തിക്കാറുണ്ട്, നത്തിങ് ഈസ് പെർമനൻറ്റ്. എന്നെ ഒരാളൊരു സ്റ്റേജിലിരുത്തി പുകഴ്ത്തി പൊക്കുമ്പോൾ ഞാൻ ഇന്ന് പുകഴ്ത്തുന്നവൻ നാളെ കല്ലെറിഞ്ഞേക്കാം. നമുക്കറിയില്ല ആളുകളുടെ സ്വഭാവമൊക്കെ എപ്പോഴാണ് മാറുക എന്നുള്ളത്. ഇന്ന് എൻ്റെ തോള് കയറ്റ് നടക്കുന്ന വ്യക്തി നാളെ എന്നെ തറ പറ്റിക്കാൻ നടക്കുന്നവനായി മാറിയേക്കാം. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്ന, മാളിക മുകളേറിയ മന്നൻ തോളിൽ മാറാപ്പേറ്റി നടക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ. സോ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, രണ്ട് തലങ്ങൾ മറക്കാതിരിക്കുക. ഒരുപാട് സന്തോഷം ഉണ്ടാകുമ്പോൾ സന്തോഷത്തിൽ മതിമറക്കാൻ പോകാതിരിക്കുക, ഒരുപാട് സങ്കടം ഉണ്ടാകുമ്പോൾ അതിരിക്കും പോകാതിരിക്കുക. ഇത് ഏറ്റവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സന്തോഷത്തിൻ്റെ മൊമെൻറ്റില്ല. കാരണം ഒരുപാട് സങ്കടം ഉണ്ടാകുമ്പോൾ അധികം സങ്കടപ്പെടാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടാകുമ്പോൾ അധികം സന്തോഷിക്കാൻ പോകാതിരിക്കുക. അത് സന്തോഷിച്ചുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഞാൻ കംപ്ലീറ്റായിട്ട് എൻ്റെ കൺട്രോൾ കളഞ്ഞിട്ട് സന്തോഷിക്കാൻ പോകരുത്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നിട്ടുള്ളത് ഏറ്റവും വലിയ ഗിയറിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഏറ്റവും മാരകമായ അപകടങ്ങൾ നടന്നിട്ടുള്ളത് ഏറ്റവും സ്പീഡിൽ പോയ വണ്ടികളിലാണ്. എന്തുകൊണ്ടാണ്? അങ്ങനെ ആയിരിക്കുമല്ലോ. സ്പീഡ് കുറഞ്ഞു പോകുന്നൊരു വണ്ടിക്ക് അപകടം പറ്റിയാലും അതൊരു ഡേഞ്ചറസ് അപകടമായിരിക്കില്ലല്ലോ. ഏറ്റവും വലിയ ഭീകര അപകടങ്ങൾ നടന്നിട്ടുള്ളത് സ്പീഡ് കൂടിയ വണ്ടികൾക്കാണ്. അപ്പോൾ ഇതൊരു ഉറപ്പുള്ള കാര്യം. ഏറ്റവും വലിയ താഴെ വീണിട്ടുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും ഉയരത്തിൽ പോയ ആളുകൾക്കാണ്. 1-ാം നിലയിൽ നിന്ന് വീഴുന്നതും 15-ാം നിലയിൽ നിന്ന് വീഴുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പോൾ നമ്മൾ പൊങ്ങുമ്പോൾ നമുക്ക് വീഴ്ചയുടെ ആഘാതം ഭയങ്കര ഹൈ ആയിരിക്കുമെന്ന ബോധം വേണം. അപ്പോൾ നമ്മൾ 1-ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന സമയത്ത് വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്ന അത്ര ശ്രദ്ധ പോരാ. നമ്മൾ 15-ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ വീഴാതിരിക്കുവാനുള്ള ശ്രദ്ധ, ജാഗ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കണം. മിക്ക മനുഷ്യർക്കും സംഭവിക്കുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? വളരുന്ന മനുഷ്യർ, ജീവിതത്തിൽ പല രീതിയിലും വളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ, അവരവരുടെ ജീവിതത്തിലെ ജാഗ്രത കൈവിടുന്നുണ്ട്. മിക്ക ഫാമിലി ലൈഫുകളിലും സുഖലോലുപമായ സന്തോഷഭരിതമായ ജീവിതം മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവർ ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ സുഖലോലുപമായി ജീവിക്കുന്നു. പക്ഷെ ഇതിൽ ഏതോ ഒരാൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഡേഞ്ചറായിട്ടുള്ള സ്വഭാവം വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ മറ്റേ ആൾ പറയുന്നൊരു ഡയലോഗുണ്ടേ, ഇയാൾ ഇങ്ങനെയൊക്കെ ആവുമായിരിക്കും നമ്മൾ വിചാരിച്ചില്ല. അതെന്താ വിചാരിക്കാൻ? മനുഷ്യനല്ലേ, അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയില്ലേ? അല്ല, നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ പുറമെ കാണുമ്പോൾ. അതാണ്. അപ്പോൾ നമ്മളൊരു സത്യം മറക്കുന്നു. പുറമെ കാണുന്നതൊക്കെ കണ്ടിട്ട് ഒരു സത്യം മറക്കുന്നു. മനുഷ്യൻ തെറ്റുകൾ സംഭവിക്കുന്നൊരു ജീവിയാണ്. നമ്മൾ ഒരു മനുഷ്യനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ ആ മനുഷ്യന് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ശ്രീകോവിലിൽ ഒരു പ്രതിഷ്ഠയുണ്ടാക്കും. ബന്ധങ്ങളുടെ സൂത്രമാണ്. പ്രതിസന്ധികൾ കൂടുതലും ബന്ധങ്ങളിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. നമ്മളൊരു മനുഷ്യനുമായൊരു ബന്ധമുണ്ടാക്കുമ്പോൾ ആ മനുഷ്യന് നമ്മുടെ ഹൃദയ ശ്രീകോവിലിൽ നമ്മളൊരു പ്രതിഷ്ഠയുണ്ടാക്കിയിട്ട് അവിടെ ആ വ്യക്തിയുടെ ഒരു സാങ്കല്പിക രൂപം വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെയൊക്കെ രൂപം ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ശ്രീകോവിലിലെ രൂപം 100% പെർഫെക്റ്റ് രൂപമായിരിക്കും. അത് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ആ രൂപം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഭാര്യയുടെ ഭർത്താവിൻ്റെ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നമുക്കൊരു ഭാര്യയോ ഭർത്താവോ വന്നു, ഓക്കെ, കയറി വന്നു. അപ്പം നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ പ്രതിഷ്ഠയുണ്ടല്ലോ, ആ പ്രതിഷ്ഠയ്ക്ക് ഒരു സ്വഭാവം നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്വഭാവം ഇയാളിൽ കാണണമെന്ന് പ്രതീക്ഷിക്കും. പക്ഷെ അത് കാണില്ല. ഇയാൾക്കുള്ള സ്വഭാവമല്ലേ കാണിക്കുള്ളൂ. നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയ സ്വഭാവം അയാൾക്ക് ഉണ്ടാവണമെന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. അതൊന്നും ഉണ്ടാവില്ലേ. ആ വ്യക്തിക്ക് എന്ത് സ്വഭാവം ഉണ്ടോ അതേ കാണിക്കുള്ളൂ. അപ്പം നമ്മൾ പറയുന്നൊരു ഡയലോഗുണ്ട്, ഞാൻ കരുതി വെച്ച പോലുള്ള ഒരു ലൈഫല്ല ഇത്, ഞാൻ വിചാരിച്ച പോലെ ഒരു മനുഷ്യനല്ല. നമ്മളെന്തിനാണ് വിചാരിക്കാൻ പോയത്? അവിടെയാണ് ഈ പ്രശ്നം. മനുഷ്യനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടേ വിചാരിക്കാൻ പോകാൻ പാടുള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് വെക്കരുത്. കഥയും നോവലൊക്കെ പഠിച്ചിട്ടേ ജീവിതത്തെക്കുറിച്ചിട്ട് ഫാൻറ്റസികൾ വിചാരിച്ച് വെക്കരുത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരും. അതായത് നമ്മൾ സങ്കല്പിക്കുന്ന ആ ബന്ധവും യഥാർത്ഥത്തിൽ ആ ബന്ധവും ഡിഫറെൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ നമ്മൾ സങ്കല്പിക്കുന്ന ആ ഒരു പ്രതിഷ്ഠയിലുള്ള ആ വ്യക്തിയെപ്പോലെ ഈ വ്യക്തിയെ ആക്കി മാറ്റാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കും. നമ്മൾ പൊതുവെ അതാ എല്ലാവരും ചെയ്യുക, ആക്കി മാറ്റാൻ ശ്രമിക്കും. അത് കുറച്ചൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഏറിപ്പോയ 1 കൊല്ലമൊക്കെ ശ്രമിക്കാം. ചില ആളുകൾ 15 കൊല്ലമായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ച് നോക്കിയാൽ 1 കൊല്ലമൊക്കെ ഒരു വ്യക്തിക്ക് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കാം. അതുണ്ടാവുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും നല്ല ഓപ്ഷൻ, നമ്മുടെ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയും ഈ റിയൽ വ്യക്തിയും ഒരുപോലെ ആയാലേ നമ്മുടെ സംഘർഷം തീരുള്ളൂ.
അതിന് 2 ഓപ്ഷനുണ്ട്. ഒന്ന് നമ്മുടെ മുന്നിലുള്ള വ്യക്തിക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ ഒന്ന് ഉടച്ചു പണിയുക. നിലവിലുള്ള യാഥാർത്ഥ്യത്തിനനുസരിച്ച് പുനർപ്രതിഷ്ഠ നടത്തുക ഉള്ളിൽ. ഇങ്ങനെയാണ് മനുഷ്യർ എന്ന് മനസ്സിലാക്കുക. ഇതിന് രണ്ടിനും നമ്മൾ തയ്യാറല്ലാതെ നമ്മൾ മർക്കടമുഷ്ടി പിടിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിചാരിക്കണ പോലെ ആവണമെന്ന് വിചാരിച്ചാൽ ആ വ്യക്തിയിട്ട് മാറില്ല, നമ്മളിട്ട് നമ്മുടെ പ്രതിഷ്ഠ തിരുത്തൂല്ല, സംഘർഷഭരിതമായൊരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. എല്ലാ പ്രശ്നങ്ങൾക്കും 2 സൊല്യൂഷൻ ഉണ്ട്. ഒന്ന് നമ്മുടെ ഇൻസൈഡിൽ ചെയ്യേണ്ട സൊല്യൂഷൻ, മറ്റൊന്ന് ഔട്ട് സൈഡിൽ ചെയ്യേണ്ട സൊല്യൂഷൻ. ഞാനൊരിക്കലും ഇങ്ങനെ ക്ലെയിം ചെയ്യില്ല കേട്ടോ, ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ ഉള്ളിലാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറയില്ല. അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ പുറത്തായിരിക്കും. നമ്മുടെ മുന്നിലുള്ള ഒരു വ്യക്തിയെ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്ത പ്രശ്നം തീരുമായിരിക്കും. അത്രയേ ഉള്ളൂ. അത് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ അങ്ങനെയായിരിക്കും പരിഹാരം, ഒരു പക്ഷേ ഉള്ളിലായിരിക്കും പരിഹാരം. 2 ഓപ്ഷനും വരും എല്ലായിടത്തും. ഒന്നുകിൽ ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ചിന്താഗതികൾ മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികൾക്കനുസരിച്ച് ആ സാഹചര്യത്തെ മാറ്റണം. ഇത് നമ്മൾക്ക് കുറഞ്ഞ ക്ഷതം എന്ത് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക എന്ന് നോക്കുക. നമുക്ക് കുറഞ്ഞ ക്ഷതം ഉണ്ടാകുന്ന രീതിയിൽ അത് ചെയ്യാം. നമ്മൾ മറ്റൊരാളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ക്ഷതം ഉണ്ടാവും. എന്നാൽ പിന്നെ അതിന് നിൽക്കരുത്. ചിലപ്പോൾ നമ്മളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇല്ലേ ഒരുപാട് ക്ഷതം ഉണ്ടാകും. ഒരു വേസ്റ്റായൊരു മനുഷ്യന് വേണ്ടി നമ്മളെ മാറ്റാൻ ശ്രമിച്ചാലോ എങ്ങനെ ഉണ്ടാവും? ക്ഷതം ഉണ്ടാവും നമുക്ക്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. ഏത് പ്രതിസന്ധികളിലും തളരാതെ മുന്നോട്ട് പോകാൻ മനുഷ്യൻ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺഷ്യസ്നെസ്, ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് എന്നാണ് അതിനെ പറയുക.